നമ്മളെല്ലാവരും തന്നെ വാട്സാപ്പ് ഉപയോഗിക്കുന്നതാണ്. പക്ഷേ ആ വാട്സാപ്പ് ഉപയോഗിക്കുമ്പോൾ ഒരു പ്രശ്നമുള്ള വാട്സാപ്പ് നമ്മൾ പുതിയതായിട്ട് വാട്സാപ്പ് ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്ത് അത് മറ്റുള്ള ഫോണിൽ വീണ്ടും ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ നമുക്ക് ആ സിമ്മ് നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം. ആ സിമ്മിലേക്ക് വരുന്ന OTP അടിച്ചു കൊടുത്താൽ മാത്രമേ നമുക്ക് വാട്സാപ്പ് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കൂ. അതായത് നമുക്കൊരു വാട്സാപ്പ് നമ്പറിൽ വാട്സാപ്പ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ആ സിമ്മ് നമ്മുടെ കയ്യിലിരിക്കണം ഉണ്ടാവണം, എന്നാലേ ആ സിമ്മിലേക്ക് OTP വരുള്ളൂ. അപ്പോൾ ഈ പ്രശ്നം മെയിനായിട്ട് ഫേസ് ചെയ്യുന്നത് വിദേശത്തൊക്കെ ഉള്ളവരാണ്. വിദേശത്തൊക്കെ ഉള്ളവർ നാട്ടിലെ നമ്പറിൽ ഒരു വാട്സാപ്പൊക്കെ ഇൻസ്റ്റാൾ ചെയ്യണമെന്ന് ആഗ്രഹമൊക്കെ ഉള്ളവർ ചിലപ്പോൾ പലരും വിദേശത്തുള്ളവർ നാട്ടിലേക്ക് പോരുമ്പോൾ അവർ ആ സിമ്മ് കൈ കരുതണമെന്നില്ല. അതുപോലെ പല രാജ്യങ്ങളിലും OTP വരിക എന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ വിദേശ രാജ്യങ്ങളിലൊക്കെ OTP വരാനുള്ള ചാൻസും വളരെ കുറവാണ് നാട്ടിലെ സിമ്മിൻ്റെ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. അതിന് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം തന്നെ നിങ്ങൾ നിങ്ങളുടെ വാട്സാപ്പ് ഓപ്പൺ ആക്കുക. ഒന്ന് ഇൻസ്റ്റാൾ ചെയ്ത് വാട്സാപ്പ് ആയി ഒന്ന് ഓപ്പൺ ആക്കിയ ശേഷം അതിൽ നിങ്ങൾ മുകളിലൊരു 3 ഡോട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആ 3 ഡോട്ടിലൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ആ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ സാധാരണ നോർമലി വരുന്നില്ലേ, അതുപോലെ സെറ്റിങ്സിലേക്കാണ് പോകുന്നത്. അത് ബിസിനസ് വാട്സാപ്പിൽ നോർമൽ വാട്സാപ്പിൽ സെയിം ആയിട്ടാണ് പ്രൊസീജിയേഴ്സ് വരുന്നത്. അതിനകത്ത് അക്കൗണ്ട് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പ്രൈവസി ഒക്കെ കുറേ ഓപ്ഷൻ അവിടെ ഉണ്ട്. നമുക്ക് ഇവിടെ വേണ്ടത് അക്കൗണ്ട് എന്ന് പറയുന്ന ഓപ്ഷനാണ്. അതിൽ പാസ് കീ എസ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും. അതിലൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുകയാണ് നിങ്ങൾ വേണ്ടത്. അത് ക്ലിക്ക് ചെയ്ത് ഇങ്ങനെ ഒരു ക്രിയേറ്റ് എ പാസ് കീ എന്ന് പറഞ്ഞ ഓപ്ഷൻസാണ് വരുന്നത്. അത് ക്രിയേറ്റ് കൊടുക്കുക. അന്നേരം നമുക്കിവിടെ നമ്മുടെ നമ്പർ ഒന്ന് കൺഫേം ചെയ്യാൻ വേണ്ടി ഡബിൾ വെരിഫൈ ചെയ്യാൻ വേണ്ടി ഒരു ഓപ്ഷൻ വരും. എന്നിട്ട് കണ്ടിന്യൂ കൊടുക്കുക. ക്രിയേറ്റീവ് പാസ് കീ എന്നുള്ളത് കണ്ടിന്യൂ കൊടുക്കുക. ആ കണ്ടിന്യൂ കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് നേരെ നമ്മുടെ ഫിംഗർ പ്രിൻറ്റോ ഫേസ് ലോക്കോ അതല്ല ഈ പാറ്റേൺ ലോക്കാണ്. പാറ്റേൺ ലോക്ക് ഏതാണെന്ന് വെച്ചാൽ നിങ്ങളൊന്ന് ചൂസ് ചെയ്ത ശേഷം നിങ്ങളൊന്ന് ലോക്ക് ചെയ്യുക. ആ ലോക്ക് ചെയ്ത ശേഷം അത് ക്രിയേറ്റ് പാസ് കീ എന്ന് പറഞ്ഞുകൊണ്ട് ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ ഓൾറെഡി പാസ് കീ ക്രിയേറ്റഡ് ആയിട്ടുണ്ട്. ഇനി ഞാൻ ഈ വാട്സാപ്പ് വേറെ ഏതെങ്കിലും ഫോണിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ എനിക്ക് ഈ പാസ് കീ ഉപയോഗിച്ച് തന്നെ വാട്സാപ്പ് മറ്റൊരു ഫോണിൽ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അതിന് ഇനി സിമ്മിലേക്ക് OTP വരേണ്ട യാതൊരുവിധ ആവശ്യങ്ങളും വരുന്നില്ല. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്ത വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു വരുന്നു. ഇതുപോലത്തെ പുതിയ ഇൻഫർമേറ്റീവ് വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.